അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ ആത്മാഭിമാനത്തിന് മേൽ തീമഴ പെയ്യിക്കുമ്പോൾ അത് വെറുമൊരു യുദ്ധമല്ല, മറിച്ച് ദശകങ്ങളായി തുടർന്നു പോന്ന ഒരു അധികാര വ്യവസ്ഥയുടെ അന്ത്യകൂതാശയാണോ എന്നാണ് സോഷ്യൽ മീഡിയയും രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഈ പോരാട്ടത്തിൽ പൂർണ്ണ വിജയം ലഭിക്കുമെന്നും ഇറാൻ നിലം പരിശാകുമെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ ആവർത്തിച്ചു പ്രഖ്യാപിക്കുമ്പോഴും ഇതിന്റെ മറുവശത്തുള്ള ചില കഠിന സത്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. വെറുമൊരു മതഭ്രാന്തനെന്ന് ലോകം വിളിക്കുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യം ഇറാനിൽ എന്ത് ചലനമുണ്ടാക്കും? അതിലുപരി ഇന്ത്യ എന്ന നമ്മുടെ മാതൃരാജ്യത്തിന് ഈ യുദ്ധം സമ്മാനിക്കാൻ പോകുന്നത് വലിയൊരു സാമ്പത്തിക കെണിയാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഗൌരവമായ നിരീക്ഷണങ്ങൾ. ഇറാൻ എന്ന രാജ്യം വെറുമൊരു ഭൂപടമല്ല, അത് തീവ്രമായ മതം പറയുന്ന ഷിയ മുസ്ലിങ്ങൾ ദൈവതുല്യനായി കാണുന്ന ഖമേനിയുടെ സാമ്രാജ്യമാണ്. നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇറാൻ ജനതയുടെ സാമ്പത്തികാവസ്ഥ പരിതാപകരമായിരിക്കാം. അവർക്ക് ഭരണകൂടത്തോട് കടുത്ത അമർഷമുണ്ടാകാം. എന്നാൽ തങ്ങളുടെ പരമാധികാരിയെ ഇസ്രയേൽ വധിച്ചു എന്നറിയുന്ന നിമിഷം ആ ജനത ഭിന്നതകൾ മറന്ന് ഒന്നാകുമെന്നതാണ് യാഥാർത്ഥ്യം. ആകാശത്ത് നിന്ന് ബോംബിട്ട് കെട്ടിടങ്ങൾ തകർക്കാൻ അമേരിക്കയ്ക്ക് എളുപ്പമായിരിക്കും. എന്നാൽ 6 ലക്ഷത്തോളം വരുന്ന മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇറാനിയൻ ആർമിയെ കരയുദ്ധത്തിൽ നേരിടാൻ ട്രംപോ നെതന്യാഹുവോ തയ്യാറാകില്ല. ഇത് വെറുമൊരു ആയുധ പോരാട്ടമല്ല, മറിച്ച് വികാരങ്ങളുടെ കൂടി പോരാട്ടമാണ്. മതവികാരം ആളിപ്പടരുന്ന ഒരിടത്ത് ആധുനിക യുദ്ധതന്ത്രങ്ങൾ പലപ്പോഴും പരാജയപ്പെടാറാണ് പതിവ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഇസ്രയേലും ഇറാനും ഒരുപോലെ ഇന്ത്യയുടെ സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഇറാൻ ഇന്ത്യക്ക് നൽകിയിരുന്ന സാമ്പത്തിക ലാഭം ചെറുതല്ല. ലോകത്തെ പല രാജ്യങ്ങളും ഇറാനെ ഉപരോധം കൊണ്ട് വരിഞ്ഞു മുറുക്കിയപ്പോഴും ഇന്ത്യ അവരുമായി വ്യാപാര ബന്ധം തുടർന്നു. ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന്റെ 2.5 ഇരട്ടി സാധനങ്ങൾ ഇന്ത്യ അങ്ങോട്ട് കയറ്റുമതി ചെയ്തിരുന്നു. ബസുമതി അരി മുതൽ പച്ചക്കറികൾ വരെ ഇറാൻ വാങ്ങിയിരുന്നത് നമ്മളിൽ നിന്നാണ്. അതായത് ഇന്ത്യക്ക് വലിയൊരു ട്രേഡ് സർപ്ലസ് നൽകിയിരുന്ന രാജ്യമായിരുന്നു ഇറാൻ. എന്നാൽ ഇന്ന് ഖമേനി എന്ന അധികാരം ഇല്ലാതാവുമ്പോൾ ഇറാൻ എന്ന രാജ്യം തളർന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു പാവ സർക്കാർ വരാനാണ് അവിടെ സാധ്യത. അത്തരമൊരു സർക്കാർ പ്രോ പാകിസ്ഥാൻ നിലപാട് സ്വീകരിച്ചാൽ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് അത് എന്ത് വലിയ പ്രഹരമാകും നൽകാൻ പോവുക എന്നത് തലയിൽ ആൾതാമസമുള്ളവർക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥ ഇതിലും കഷ്ടമായിരിക്കും. ഇത്രയും കാലം അമേരിക്കയെ വിശ്വസിച്ച് കഴിഞ്ഞിരുന്ന അവർക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അമേരിക്ക ഒരു വശത്ത് ഇറാന്റെ മേൽ ബോംബിടുമ്പോൾ മറുവശത്ത് ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്ക് വിറ്റ് കോടികൾ കൊയ്യുകയാണ്. മറ്റൊരു വശത്ത് ചൈനയെ വിശ്വസിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയ ഖമേനി ഒടുവിൽ ഇല്ലാതാവുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സൂചന വ്യക്തമാണ്. സ്വന്തം ശക്തിയിൽ വിശ്വസിക്കാത്തവന് ആധുനിക രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല. ഇറാഖ് 12 മണിക്കൂർ കൊണ്ട് കുവൈത്തിനെ കീഴടക്കിയ ചരിത്രം ഗൾഫ് രാജ്യങ്ങളുടെ മുന്നിലുണ്ട്. യുദ്ധം നീണ്ടുപോയാൽ തങ്ങൾ പണ്ട് മുത്തുപെറുക്കി ജീവിച്ച കാലത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വരുമെന്ന ഭയം അവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഇറാൻ പ്രകോപനം തുടരുമ്പോഴും ഗൾഫ് രാജ്യങ്ങൾ വെറും കാഴ്ചക്കാരായി നിൽക്കുകയാണ്. യുദ്ധമെന്ന സിനിമയിലെ വില്ലൻ ആരാണ് എന്ന ചോദ്യത്തിന് പലപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. ഇറാൻ തീവ്രവാദികളെ വളർത്തുന്നുവെന്ന് ഇസ്രയേൽ പറയുമ്പോൾ അതിലും വലിയ തീവ്രവാദമാണ് ട്രംപും അമേരിക്കയും കാണിക്കുന്നത് എന്ന് പറയുന്നവരും കുറവല്ല. അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കാത്ത ഒരൊറ്റ ഭരണാധികാരിയും ലോകത്ത് വാഴരുത് എന്ന തിട്ടൂരമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാളെ ഇന്ത്യയുടെയോ റഷ്യയുടെയോ നേരെയും തിരിയാം. ഇന്ത്യയിൽ പോലും ഒരു ഭരണമാറ്റത്തിന് അമേരിക്ക ശ്രമിക്കില്ല എന്ന് ആർക്കും പറയാനാവില്ല. ചരിത്രം വീണ്ടും തുടരുന്നതുപോലെ ഇന്ത്യയെ തങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് 1/4 നൂറ്റാണ്ടോളം നിയന്ത്രിക്കാമെന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നുണ്ടാവാം. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ വീഴുന്ന ഓരോ ബോംബും ലോകക്രമത്തെ കൂടിയാണ് മാറ്റിമറിക്കുന്നത്. മതം ഒരു ഭരണ ഉപകരണമായി ഉപയോഗിക്കുന്ന ഇറാനിൽ പകുതി ജനങ്ങൾ ഖമേനിയുടെ മരണത്തിൽ ആഹ്ലാദിക്കുമ്പോൾ മറുപകുതി വിലപിക്കുകയാണ്. എന്നാൽ ഈ അസ്ഥിരതയുടെ ഗുണഭോക്താക്കൾ ആരാണ്? UAEയും ഖത്തറും ബഹ്റൈനുമെല്ലാം സുരക്ഷിത താവളങ്ങളാണെന്ന് കരുതിയിരുന്ന നിക്ഷേപകർ ഇപ്പോൾ ഒമാനെപ്പോലുള്ള രാജ്യങ്ങളിലേക്ക് കണ്ണുവെക്കുകയാണ്. യുദ്ധം വരുത്തിവെക്കുന്ന സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകം പരക്കം പായും. ഇറാൻ തകരുമ്പോൾ ഇന്ത്യയുടെ വ്യാപാര വിപണി കേൾക്കുന്ന ആഘാതം പരിഹരിക്കാൻ മോദി സർക്കാരിനും കഠിനമായി അധ്വാനിക്കേണ്ടി വരും. ഈ യുദ്ധം കേവലം മിസൈലുകളുടെ കളിയല്ല, മറിച്ച് വൻ ശക്തികൾ തമ്മിലുള്ള മത്സരം കൂടിയാണ്. ഇതിൽ കരുക്കളാകുന്നത് സാധാരണക്കാരും ഇന്ത്യയെപ്പോലുള്ള വളർന്നു വരുന്ന രാജ്യങ്ങളുമാണ്. ട്രംപിന്റെ ഓരോ നീക്കവും ലോകത്തെ സമാധാനത്തിലേക്കാണോ അതോ മറ്റൊരു വലിയ നാശത്തിലേക്കാണോ നയിക്കുന്നത് എന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും. ഇറാൻ കത്തുമ്പോൾ അതിന്റെ കരി പടരുന്നത് നമ്മുടെ അടുക്കളയിൽ വരെയാണെന്ന സത്യം തിരിച്ചറിയുക. അധികാരത്തിന്റെ അഹങ്കാരവും മതത്തിന്റെ വാശിയും ഒന്നിക്കുമ്പോൾ തോറ്റുപോകാറുള്ളത് മാനവികതയും സമാധാനവുമാണ്. ലോകം മാറുകയാണ്. ആ മാറ്റം ഇന്ത്യക്ക് അനുകൂലമാകുമോ അതോ നാം കെണിയിൽ പെടുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം.